1982 സ്റ്റീഫൻ കിങ് എഴുതിയിട്ടുള്ള ഒരു ലഘു നോവലായിരുന്നു റീത്ത ഹേവർത്ത് ആൻഡ് ദ ഷഷാങ്ക് റിഡംഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഫ്രാങ്ക് ഡറാബോൺ രചനയും സംവിധാനം ചെയ്തിട്ട് 1994 നമുക്ക് ഇപ്പോഴും IMDb റേറ്റിലും അതല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് കണക്കാക്കപ്പെടാവുന്ന ദ ഷോഷാങ്ക് റിഡംഷൻ പുറത്തിറക്കിയത്. ഈ ഒരു സിനിമ കേവലം ചലച്ചിത്രം എന്നതിനപ്പുറം ഒരു അനുഭവമാണ് സിനിമ പ്രേമികളെ സംബന്ധിച്ചിട്ട്. നിരപരാധിയാണ് എന്ന് വാദിച്ചിട്ട് പോലും ചെയ്യാത്ത ഒരു കുറ്റത്തിന്, അതായത് തൻ്റെ ഭാര്യയെയും കാമുകനെയും കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറ്റത്തിന് ഷോഷാങ്കിലെ ആ ഒരു സ്റ്റേറ്റ് പെനിറ്റൻഷ്യറിയിൽ നിന്നും ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടിട്ടുള്ള ആൻഡി ഡുഫ്രൻസ് എന്ന് പറയുന്ന നമ്മുടെ കഥാനായകന്റെ സിനിമയാണ് ഈ സിനിമ. അദ്ദേഹത്തിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹതടവുകാരനായിട്ടുള്ള എലിസ് റെഡിന്റെയും കൂടി സിനിമയാണ് ദ ഷോഷാങ്ക് റിഡംഷൻ. സിനിമയിൽ മറ്റു പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇന്നും കാലത്തെ അതിജീവിച്ചിട്ട് ഇത്തരത്തിൽ ലോക സിനിമയിൽ ഒരു പ്രമുഖ സ്ഥാനം നിലനിർത്തി പോരുന്നത് എന്നുള്ളത് ശരിക്കും കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. എൻ്റെയൊക്കെ ഒരു ധാരണ ഈ സിനിമ വലിയൊരു വിജയമായിരുന്നു തുടക്കകാലത്ത് എന്നാണ്. പക്ഷേ ഇത് തുടക്കകാലത്ത് ഒരു വലിയൊരു പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പം ആ ഒരു കാലത്ത് ഈ സിനിമ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ടോം ഹാങ്ക്സിന്റെ ഫോറസ്റ്റ് ഗംപ്, അതേപോലെ തന്നെ പൾപ്പ് ഫിക്ഷൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു സിനിമകളോടായിരുന്നു. പിന്നെ ആ ഒരു കാലത്ത് ജയിൽ സിനിമകളോട് ഒരു താല്പര്യക്കുറവ്, അതേപോലെ തന്നെ ഈ സിനിമയുടെ പേര്, അതേപോലെ തന്നെ ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ അഭാവം, അപ്പൊ അതൊക്കെ ആ ഒരു സമയത്ത്, ആ ഒരു തുടക്കകാലത്ത് പരാജയത്തിലേക്ക് നയിക്കാൻ കാരണമായി എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഇതൊരു വിജയത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരുന്നത്? അങ്ങനെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോകുന്ന ഈ ഒരു സിനിമ പിൽക്കാലത്ത് ഏത് രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് കൾട്ട് ക്ലാസിക്കിലേക്ക് ഉയർന്നു വന്നത് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഈ സിനിമയുടെ ഒരു ഹോം വീഡിയോ വിപ്ലവത്തെ കുറിച്ചിട്ട് പറയേണ്ടി വരും. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ നിർമ്മാതാക്കൾ അക്കാലത്ത് ഏകദേശം 3,20,000 മേലെയുള്ള VHS കാസറ്റുകൾ ഇറക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഓർക്കണം, ആ ഒരു കാലത്ത് പരാജയത്തിന്റെ രുചി അനുഭവിച്ചറിയുന്ന ഈ ഒരു സിനിമയെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് വളരെ അപകടം നിറഞ്ഞതാണ്. പക്ഷേ ആ ഒരു വിപരീത ഫലം എന്ന് പറയട്ടെ, ആ ഒരു കാലത്ത് 95 ആ ഒരു കാലത്ത് അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാടകയ്ക്കെടുത്തിട്ടുള്ള സിനിമകളുടെ കാസറ്റായിട്ട് മാറാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ TNT നെറ്റ്വർക്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെലികാസ്റ്റ് ഈ സിനിമയുടേതായിട്ട് വന്നു. അങ്ങനെ പ്രേക്ഷകർക്കിടയിലേക്ക് ഇടിച്ചു കയറാൻ ഈ സിനിമയ്ക്കായി. അതായത് പ്രേക്ഷകർ വിചാരിച്ചിരുന്നത് ഇത് വെറും ഒരു ജയിൽ ചാട്ട സിനിമ എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇത് മറ്റൊരു തലത്തിൽ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും അതേപോലെ തന്നെ മനുഷ്യ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ജനപ്രീതി കൊണ്ട് IMDb റേറ്റിലൊക്കെ മുന്നോട്ട് വരികയും ഇതിഹാസ സിനിമകളൊക്കെ ആയിട്ടുള്ള ഗോഡ് ഫാദറിനെയൊക്കെ വെട്ടിച്ച് ലോക സിനിമയിലെ തന്നെ ഒന്നാമത്തെ സിനിമ എന്നുള്ള പദവി തുടരാൻ ഇപ്പോഴും ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഈ വീഡിയോയിലും പറഞ്ഞ് തീരാൻ കഴിയാത്തതാണ്. എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. എന്തായാലും എങ്ങനെയാണ് ഈ സിനിമ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മാറുന്നത് എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ.